നമസ്കാരം. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവ. ഇത് മഹത് വാക്യം കുറച്ചു പേരെങ്കിലും കേട്ട് കാണും. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവ, യാന്യനവദ്യാനി കർമാണി നോ ഇതരാണി എന്ന് പറയുന്നു. താനി സേവിതവ്യാനി എന്ന് പറയുന്നു. ഈ 4 മഹത് വാക്യം തൈത്തിരീയ ഉപനിഷത്തിൽ ഉള്ളതാണ്. ഇവിടെ പറയുവാനുള്ള കാരണം, ഇതിൽ മാതാപിതാ ഗുരു ദൈവം, ഇന്ന് ഗുരു എന്ന വാക്ക് വളരെ പ്രസിദ്ധമായി തീർന്നു കഴിഞ്ഞു. പല ദേശത്തും അന്യദേശത്തെല്ലാം തന്നെ ഈ ഗുരു എന്ന വാക്ക് ഉപയോഗിക്കുവാൻ തുടങ്ങി. വെബ്സ്റ്റേഴ്സ് ഡിക്ഷണറിയിലുണ്ട് ടെക് ഗുരു, എല്ലാത്തിനോടും കൂടി ക്രിക്കറ്റ് ഗുരു, ഫുട്ബോൾ ഗുരു, എല്ലാം ഗുരു എന്ന വാക്ക് ഉപയോഗിച്ച് തുടങ്ങി. വിദേശം ഇംഗ്ലീഷ് ഭാഷയിൽ പോലും ഗുരു എന്ന വാക്കുണ്ട്, കർമ്മ എന്ന വാക്കുണ്ട്. ഇന്ത്യൻ കോൺസെപ്റ്റാണിത്, ഭാരതീയ സംസ്കാരം തന്നെയാണ്. പക്ഷേ ഇവിടെ ഇന്ന് ഗുരുഭക്തി എന്നുള്ളത് തുലോം തുച്ഛമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഗുരുവിനെ ഗുരുവായി കാണാതെ ഗുരു എന്ന പദം കൊണ്ട് നമ്മൾ മനസ്സിനെ ഗുരുവിൻ്റെ സ്ഥാനം ഗുരുവിന് നൽകി ആ ഒരു ഭക്തിയോടുകൂടി പഠിച്ച് മുന്നേറുന്നു. അതാണ് ഭാരതീയ സംസ്കാരം. പക്ഷേ ഇന്ന് പാശ്ചാത്യ നാടുകളിൽ അവിടെ നിന്നുള്ള വിഷയങ്ങളെല്ലാം നമ്മൾ ഗ്രഹിച്ച് ഗുരുവിനെ മിസ്റ്റർ ആൻ്റണി എന്ന് വിളിക്കാനുള്ള ഒരു ത്വര, അങ്ങനെ വിളിക്കുവാൻ തുടങ്ങി. ഗുരുവിനെ ചോദ്യം ചെയ്യലായി, പഠിക്കുവാനായിട്ടുള്ളതല്ല, ഗുരുവിനെ അങ്ങോട്ട് ശകാരിക്കുക, ഇല്ലെങ്കിൽ നീ എന്തിനിത് ചെയ്തു എന്ന് ടീച്ചർമാരുടെ അടുത്ത് ചോദിക്കുക. ഗുരുഭക്തിയെ കുറച്ച് കൊണ്ടുപോവുകയാണ്. ഗുരുത്വം കെട്ടവനെ, അതങ്ങനെ കുരുത്തം കെട്ടവനെ എന്നായി. അത് ഗുരുത്വം ഇല്ലാത്തവൻ. കാരണം ഗുരുത്വം ഇല്ലെങ്കിൽ ഈ പഠിച്ച വിദ്യയെല്ലാം കൊണ്ടും, എന്ത് വിദ്യ നമ്മൾ നേടിയാലും ഗുരുത്വം ഇല്ലെങ്കിൽ അതെല്ലാം വേസ്റ്റായി പോകും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇതൊന്നും നമ്മൾ പുറം ലോകത്ത് പുറത്ത് ചർച്ച ചെയ്യാറില്ല. പക്ഷേ ഏവർക്കും അറിയാം, ഗുരുത്വം ഇല്ലെങ്കിൽ വട്ടപൂജ്യം തന്നെയാണ്. ഇന്ന് മാതാപിതാക്കൾ പോലും തൻ്റെ കുട്ടിയെ ഏതെങ്കിലും ടീച്ചർ വഴക്ക് പറയുകയോ അടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ നല്ലതിനാണെന്ന് ചിന്തിക്കാതെ ഉടനെ ആ കുട്ടിയെയും വിളിച്ചുകൊണ്ട് പോവുകയാണ് ടീച്ചറിൻ്റെ അടുത്ത്. എന്നിട്ട് എന്തുകൊണ്ട് ടീച്ചറെ എൻ്റെ മകനെ അങ്ങനെ ചെയ്തു? അപ്പോൾ കുട്ടി നാളെ ഗുരു എന്ന കോൺസെപ്റ്റിലല്ല വളരുന്നത്. ഇങ്ങനെ ഒരു 10-12 കൊല്ലം +2 വരെ ആയ ശേഷം എല്ലാ വർഷവും മാതാപിതാക്കൾ ടീച്ചറിൻ്റെ അടുത്ത് പോയി അവിടെ തൻ്റെ മകനെയും മകളെയും ജസ്റ്റിഫൈ ചെയ്ത് മുന്നോട്ട് നിർത്തി എല്ലാം എൻ്റെ മകന് കിട്ടണം, സ്വാർത്ഥ താല്പര്യത്തെ വളർത്തിയ ശേഷം 20ാമത്തെ വയസ്സിൽ അവർ അച്ഛനമ്മമാരെ നിന്ദിച്ച ശേഷം അവർ നമ്മളെപ്പോലെയുള്ള ജ്യോതിഷികളുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. മക്കൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല, അവനിപ്പോൾ ഞങ്ങളെ ഒന്നും ആവശ്യമില്ല, അവൻ ഞങ്ങളെ വിട്ട് എവിടെയോ പോയി എന്നുള്ള ചിന്ത. ഇതിൻ്റെ കാരണക്കാർ ആരാണ് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത് തുടങ്ങുന്നത് LKG തന്നെയാണ്. കുട്ടി കരഞ്ഞുകൊണ്ട് വീട്ടിൽ വരികയാണെങ്കിൽ മാതാപിതാക്കൾ പറയുന്നില്ല നിൻ്റെ നല്ലതിന് ടീച്ചർ എന്ത് ചെയ്തോ അത് ശരിയാണെന്ന ബോധം ആ പ്രായത്തിൽ തന്നെ തുടങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ കുട്ടി ചിന്തിക്കും, വേറൊരു പേഴ്സ്പെക്റ്റീവ് ഉണ്ട് ഇതിന്, ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണെന്നും അത് ഗുരുവാണെന്നും എൻ്റെ നല്ലതിനാണ് പറയുന്നതെന്നും ചിന്തിക്കുവാൻ തുടങ്ങുകയായി. അല്ലെങ്കിൽ ഒരു സ്പേസ് കൊടുക്കുകയാണ്, ഗുരുവാണ് എന്നുള്ള സങ്കല്പം, ആ ഗുരുവിനുള്ള റെസ്പെക്റ്റ്, അതിനുള്ള സ്പേസ് നമ്മൾ കൊടുക്കുകയാണ്. ഇത് മാതാപിതാക്കൾ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ വന്ന് ചോദിക്കട്ടെ എന്ന ഒരു മെത്തഡോളജിയിൽ ചെന്ന് ഗുരുവിൻ്റെ അടുത്ത് കുട്ടികളുടെ മുമ്പിൽ വെച്ച് ടീച്ചറിനോട് സംസാരിക്കുന്നു, ടീച്ചറിനെതിരെ കേസ് കൊടുക്കുന്നു. എന്തൊക്കെയാണ് കാണേണ്ടിയിരിക്കുന്നത്? ഒരുപക്ഷെ ഇന്നത്തെ ടീച്ചേഴ്സ് തീർച്ചയായിട്ടും പഴയ ഗുരുക്കന്മാരുടെ അത്രത്തോളം ഉണ്ടോ ഇല്ലയോ, ഇതെല്ലാം ഉണ്ട്, ഇതൊന്നും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇന്ന് നാം പരക്കെ കാണുന്നത് ഗുരു നിന്ദയാണ്. ഗുരുനിന്ദ കൂടി വന്നിരിക്കുന്ന ഒരു കാലഘട്ടം. അതിനെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവത്തെ കൊണ്ട് മുൻനിർത്തി വലിയൊരു ബൃഹത്തായ ഗുരുത്വം എന്ന സങ്കല്പത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഗുരുവിനെ നമസ്കരിക്കുന്നത് എന്നുള്ള ചിന്ത. അയാൾ കാശ് വാങ്ങിക്കുന്നില്ലേ, അയാളുടെ ജോലി പഠിപ്പിക്കലാണ്. അപ്പോൾ പഠിത്തം എന്ന് പറഞ്ഞാൽ ഈ ബോർഡിൽ എഴുതി പഠിക്കുന്ന ഫിസിക്സിൻ്റെ 4 പ്രിൻസിപ്പിൾ പഠിച്ചാൽ ജീവിതം മുഴുവനും നന്നായി മനസമാധാനത്തോടുകൂടി ജീവിക്കുവാൻ സാധിക്കുമെങ്കിൽ ആ പ്രിൻസിപ്പിൾ മാത്രം പഠിച്ചാൽ പോരെ. പഠിത്തം എന്നുള്ളത് അത് മാത്രമല്ല, ജീവിത രീതി, നല്ല കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ, അടുത്തവനെ റെസ്പെക്റ്റ് ചെയ്യുക എന്ന് മുതൽ ജീവിത രീതി എന്നുള്ളത് പറഞ്ഞാൽ തീരാത്തത്ര സത്ചിന്തയും സത്പ്രവൃത്തിയും കൂടിയാണ്. അതെല്ലാം ഗുരുക്കന്മാർ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് പറഞ്ഞു തരികയാണ്. ആ ഗുരുക്കന്മാരെ നാം നിന്ദിക്കുകയാണെങ്കിൽ
ശേഷം ചിന്തനീയമാണ്. വീണ്ടും പറയുകയാണ്, കുരുത്തം കെട്ടവനെ എന്നുള്ളത് ഗുരുത്വം കെട്ടവനെ എന്നതുപോലെ നമ്മുടെ മക്കൾ ആയിത്തീരാൻ സാധ്യതയുണ്ട്. സാധ്യത പോലുമല്ല, ആയിത്തീരും എന്ന് തന്നെയാണ്. ഏവരും ചിന്തിക്കുക. നമസ്കാരം.